ഹരേ കൃഷ്ണ. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെ എല്ലാവരെയും ഹിമാചൽ പ്രദേശിലെ മണാലിയിലുള്ള കുളു ജില്ലയിലെ ഹിഡിംബ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. നിങ്ങളിൽ എത്ര പേർ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാം. ഹിമാചൽ പ്രദേശിലെ മണാലിയിലെ കുളു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്രമാണ് ഹിഡിംബ ക്ഷേത്രം. ഈ ഹിഡിംബ ക്ഷേത്രം ഹിമാലയൻ താഴ്വരയിലെ നിബിഡ വനത്തിന് നടുക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിഡിംബ തപസ് ചെയ്ത ഗുഹയാണ് കാണപ്പെടുന്നത്. ദുഗ്രി എന്നും ഈ പ്രദേശത്തെ അറിയപ്പെടുന്നുണ്ട്. ദേവി ഹിഡിംബയുടെ കാൽപാദം പതിഞ്ഞ ശിലയാണ് ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത്. ഇത് ക്ഷേത്ര വിവരം. ഇനി ഞാൻ പറയാൻ പോകുന്നത് പുരാണത്തിൽ നിന്നുള്ളൊരു കഥയാണ്. അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട പഞ്ചപാണ്ഡവർ അവർ വനാന്തരങ്ങളിലൂടെ അലഞ്ഞു നടന്നു വരികയായിരുന്നു. അങ്ങനെ അവർ അവിടെ കാട്ടിനുള്ളിൽ താമസിച്ചിരുന്ന അതിശക്തനായ രാക്ഷസനായ ഹിഡംബനെ കാണുന്നു. ആ ഹിഡംബന്റെ സഹോദരിയാണ് ഹിഡിംബ. അവൾ പഞ്ചപാണ്ഡവരിൽ രണ്ടാമനായ ഭീമനെ പ്രണയിക്കുകയുണ്ടായി. പ്രണയിക്കുക മാത്രമല്ല, അവൾ ഭീമനോട് തൻ്റെ വിവാഹ അഭ്യർത്ഥനയും നടത്തി. പക്ഷെ അപ്പോഴേക്കും അവളുടെ സഹോദരൻ ഹിഡിംബൻ പാണ്ഡവരെ കൊല്ലുവാനായി അടുക്കുകയും പിന്നീട് നടന്ന ഭയങ്കരമായ യുദ്ധത്തിന് ശേഷം ഭീമൻ ഹിഡംബനെ വധിക്കുകയും ചെയ്തു. അതിനുശേഷം തൻ്റെ മാതാവായ കുന്തിയുടെ നിർദ്ദേശമനുസരിച്ച് ഭീമൻ ഹിഡംബയെ വിവാഹം കഴിച്ചു. പിന്നീട് അവർക്ക് ജനിച്ച പുത്രനാണ് ധീരനായ ഘടോത്കചൻ. നാളുകൾക്ക് ശേഷം പഞ്ചപാണ്ഡവർ തിരികെ നാട്ടിലേക്ക് പോയപ്പോൾ ഹിഡിംബ അവർക്കൊപ്പം പോയില്ല. പകരം അവൾ ആ കാട്ടിലൊരു ഗുഹയിൽ തപസ് ചെയ്തു തുടങ്ങി. ആ തപസ്സിൻ്റെ ഉഗ്രതയിൽ ഹിഡിംബ തൻ്റെ തപസ്സിൽ നിന്നും ശക്തി നേടി ദേവിയെ തുല്യായി തീർന്നു. അന്ന് ദേവി തപസ് ചെയ്തിരുന്ന ആ ശിലയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ആദ്യകാലത്ത് ദേവിയുടെ ശിഷ്യർ കാട്ടിൽ പണിത ക്ഷേത്രം പിന്നീട് പുനർനിർമ്മിച്ചത് AD 1553 രാജാ ബഹദൂർ സിംഗ് ആണ്. മരത്തടിയിലാണ് ഈ മനോഹരമായ ക്ഷേത്രം പണിതിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു കൗതുകം.